ഹലോ ഗേസ്, നിഹാര വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മിക്സറിൻ്റെ എരിവുള്ള മിക്സർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നാക്കണത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ഒക്കെ ഇടണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഇടണം കേട്ടോ. ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അരിപ്പൊടി എന്തോരം എടുത്തോ അതിന് ഒരു 1.5 കപ്പ് കടലമാവ് ഇടണം കേട്ടോ. കടലമാവ് ഇടണേ. പൊടി ഒരു ടീസ്പൂൺ ഇടണേ. അതിന് വേണ്ടി നമ്മൾ കാശ്മീരി മുളക് പൊടിയും ചേർക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണേ. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ചേർക്കാൻ കേട്ടോ ഉപ്പ്, ഇത് പ്രധാനമാണ്. ഉപ്പ് ഒരു ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചപ്പാത്തിക്ക് കുഴക്കണോണ്ട് അങ്ങോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം കൂടുതൽ ആവാൻ പാടില്ല കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കുറേശ്ശെ അങ്ങനെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടേ മിക്സ് ചെയ്ത് കൈക്ക് അങ്ങോട്ട് കുഴച്ചങ്ങെടുക്കാം. നന്നായിട്ട് എല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് കുഴച്ചങ്ങെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല. നമ്മ ചപ്പാത്തിക്ക് കുഴക്കൂലേ, ആ രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പം അത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ട. നോട്ടെ പാത്രത്തിലേക്ക് ഒന്ന് വെച്ചേക്കാം. കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ അത് ഹാർഡാവില്ല, സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. നൈസായിട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് മുകളിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഹാർഡായിട്ട് ഇരിക്കില്ല. എല്ലായിടത്തും ആവുന്ന രീതിയിൽ കുറച്ച് ഓയിലാണ്ട് ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ ഹാർഡാവാതെ അവിടെ ഇരുന്നോളും. ബാക്കിയുള്ള പരിപാടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചെയ്യാം കേട്ടോ. ബൂതി ഉണ്ടാക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി, കുറച്ച് കടലമാവും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടേ മിക്സ് ചെയ്യാം. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണോട്ടോ. അപ്പോൾ അതാണ് കുറച്ചെടുത്തത്. ആവശ്യത്തിന് വെള്ളം ഒരു നമ്മുടെ ദോശ വീട്ടിലേക്ക് ഉണ്ടാക്കില്ല, അതേ കൂട്ട് ഒരു ലൂസ് ചെയ്ത് എടുക്കാം. ഈ ലൂസിൽ മതി കേട്ടോ. അപ്പോൾ ബൂതി ശരിയാക്കാനായിട്ട് ഈ ലൂസ് മതി. ദോശമാവിന് ലൂസാണ്ട നമ്മ പാകത്തിന് എടുക്കണത്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ. ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പം നമ്മ അതിലേക്ക് ഫസ്റ്റ് ലെയർ ഇടണേ. ഇടിയപ്പത്തിന്റെ അച്ചാണ്ട നമ്മ എടുത്താക്കണത്. അപ്പൊ നമ്മ ചെറിയ ഹോളുള്ളതാണ് എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക.
അപ്പോൾ ഇടയിൽ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടയിൽ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാണ്ട, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ ചൂടായതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും മിക്സറിൻ്റെ ഫസ്റ്റ് ലെയർ. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് മറിച്ചിട്ടും കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, അപ്പോൾ അടുത്ത സൈഡിലേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ പോണേ. ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കോരി നമ്മൾ പാത്രത്തിലേക്ക് വെക്കേണ്ട. ബൂത്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വലിയ ഹോളുള്ള ഒരു ഇത് കയ്യിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ സ്പൂണും കൊണ്ട് മുകളിൽ വെച്ച് ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മൊത്തം താഴെ എണ്ണയിലേക്ക് വീഴോട്ടോ. ഇതാണ് ബൂത്തി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ മിക്സർ ഉണ്ടാക്കുന്നത് ഒരു ലെയർ കാട്ടിയിട്ടുള്ളൂ. അതിൽ വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് അതങ്ങനെ കാട്ടിയാക്കണേ കേട്ടോ. അപ്പോൾ ഇതാണ് ബൂത്തി ഉണ്ടാക്കുന്ന ഒരു രീതി. ഹലോ ഗേസ്, ഇനി നമ്മ ഇതിന് സുപ്രധാനമായ ഒരു സംഭവം കൊണ്ടിരുന്നത് കപ്പലണ്ടി. ചതച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാട്ടോ അതിലേക്ക്. ചതച്ചിട്ട് ഞാൻ ഇതിന് ടേസ്റ്റ് ഇട്ടോട്ടാ. അപ്പോൾ അതെ ചതച്ചിരിക്കുന്ന വെളുത്തുള്ളിയിലേക്ക് ഇടാണ്. വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ട് ഇട്ടില്ല. അപ്പൊ അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാട്ടോ. പൊട്ടുകടലയും കൂടി നമ്മ ആഡ് ചെയ്യണേ. ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ കപ്പലണ്ടിയും പൊട്ടുകടലയും വെളുത്തുള്ളിയും കൂടി റെഡി ആയിക്കൊണ്ടിരിക്കണേ. അപ്പൊ വേപ്പിലിട്ടിരുന്നു കേട്ടോ. വേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാലഞ്ച് വറ്റൽ മുളക് കീറി എടുത്തിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് തരണം കേട്ടോ. മിക്സറിന് ഒരു സുപ്രധാനമായ ഒരു ഇതാണ് വറ്റൽ മുളകും. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് തരണം കേട്ടോ. കപ്പലണ്ടിയും ഇതൊക്കെ റെഡി ആക്കണം. അപ്പം നമ്മൾ ബൂത്തി റെഡിയാക്കിയ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അത് കോരി ഇടണം കേട്ടോ. ബൂത്തി വെച്ചാണ് പാത്രത്തിന്റെ ഒരു സൈഡിൽ നമ്മൾ കോരി ഇടേണ്ട. അപ്പോൾ ബൂത്തിയും കപ്പലണ്ടി പൊട്ടടല എല്ലാവരും കൂടി സെറ്റായിട്ടിരിക്കേണ്ട. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിരിക്കുന്ന മിക്സറിൻ്റെ ഫസ്റ്റ് ലെയർ ഇതാണ്ട. അപ്പോൾ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കിയിരുന്ന മിക്സർ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കൈയും കൊണ്ട് ഒന്ന് പൊടിച്ചു കൊടുക്കോട്ടാ. അപ്പോൾ നല്ല ചെറുതായിട്ട് വരും അങ്ങോട്ട്. കേട്ടോ, കാണുമ്പോൾ കുറേ ഉണ്ടായിരുന്നു, പൊടിച്ചപ്പോൾ കുറച്ചുള്ളൂടെ കേസ്. അപ്പോൾ അതങ്ങനെ പൊടിച്ച് ഇതായിരുന്നിട്ട് ഈ പാത്രത്തിലിരിക്കുന്ന കപ്പലണ്ടി ബൂത്തി അതെല്ലാം കൂടി നമ്മ ഇതിലേക്ക് ആഡ് ചെയ്യോട്ടാ. വേണ്ട ചെറുതായി കേസ്. ഇതിപ്പോ നമ്മ ഓയിലാണ്ടാ ഇത് ചെയ്താക്കണത്. അപ്പൊ നേരെ ആ കപ്പലണ്ടി ഇതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യേണ്ട കേസ്. അപ്പൊ അതൊന്നും കൂടി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേസ്. ഇത് മിക്സർ മിക്സ് ചെയ്യുമ്പോൾ കപ്പലണ്ടിയും ബൂത്തിയും പൊട്ടടലയും എല്ലാ സൈഡിലേക്കും ആവണം. ഒരു സൈഡുമായിട്ട് മാത്രം മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതേണ്ട ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ നല്ല കറുമുറുന്നായിട്ടാണ് നല്ല സൗണ്ട് ഉള്ളതാണ്ട. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ചിലവർക്ക് എരിവ് വേണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി എരിവുള്ള വേണമെന്നുള്ളതുകൊണ്ട് ഇത്തിരി മുളക് പൊടി ഇട്ടണം കേട്ടോ. മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അങ്ങാട് മിക്സ് ചെയ്യാട്ടോ ഗ്യാസ്. അപ്പോൾ അതെ ഫൈനലി മിക്സറാണ്ടത്. അപ്പോൾ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കുക്കപ്പനൊന്ന് ഇങ്ങനെ കാട്ടണമെന്ന് പറയുമ്പോൾ കുക്കപ്പൻ ഒന്ന് എല്ലാത്തും മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഇനിയും ഞങ്ങൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതാണ് ഗ്യാസ്.